Hello friends, welcome to PSC Cluster. ഇന്ന് നമ്മൾ ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടെൻസിന്റെ ബാക്കി ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ദെൻ ഒരു V1 ഫോം ഓഫ് ദി വേർബ് ആണ് ഉണ്ടായിരിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പ്രസന്റ് ടെൻസ് 4 വിധത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസന്റ്, then present continuous, present perfect, present perfect continuous. നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ഒരു സെൻറ്റൻസിൽ എങ്ങനെയൊക്കെയാണ് വരിക, അതായത് ഏതെല്ലാം കണ്ടീഷൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ആവണമെങ്കിൽ, ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് ആവണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആവാൻ നമുക്ക് എണ്ണിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടീഷൻ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്നാൽ എന്താണ്? പതിവായിട്ട് ചെയ്യുന്ന കാര്യം. ഒരു പതിവായിട്ട് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് സാധാരണയായിട്ട് പറയാറുള്ളത്. അപ്പോൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യം, ഹി റീഡ്സ് newspaper every day. He reads newspaper every day. ഇതെന്താ? ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എല്ലാ ദിവസവും. അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഇതെന്താ? ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്താ പറഞ്ഞത്? വെർബ് എന്തായിരിക്കണം? V1 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ഇവിടെ എന്താ? റീഡ്സ്, റീഡ്സ്. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഉള്ള വെർബായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് V1 ഫോം ഓഫ് ദി വെർബാണ്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവരി ഡേ. അപ്പോൾ ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തത് യൂണിവേഴ്സൽ ട്രൂത്തിനെ കാണിക്കാൻ. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്നാൽ എന്താ? പ്രപഞ്ച സത്യം. പ്രപഞ്ച സത്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രപഞ്ച സത്യം, യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു പ്രപഞ്ച സത്യം പറയാലോ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതെന്താ? പ്രപഞ്ച സത്യമാണ്. ദ സൺ റൈസസ് in the east. The sun rises in the east. പ്രപഞ്ച സത്യമാണ്. സൺ റൈസസ്. കണ്ടില്ലേ? V1 ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് V1 ഫോം ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, എസ് ഉള്ള വെർബ് തന്നെ വേണം. അപ്പോൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് എന്തായിരിക്കും? എസ് ഉള്ള വെർബായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ട്രൂത്ത്. ഇതുപോലെ തന്നെ ജനറൽ ഫാക്റ്റ്, ജനറൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റ്, ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരുപോലെ ഇരിക്കും. ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റ്. നമുക്കിപ്പോൾ സയൻറ്റിഫിക് ഫാക്റ്റ് പറയാം. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്താ? ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും. അല്ലെങ്കിൽ വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതെന്താ? ഒരു സത്യമാണ്, അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അങ്ങനെയുള്ള ഫാക്റ്റുകൾ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കണം. ഇവിടെ ദ ബോയിൽസ്, എസ് ഉള്ള വെർബ് ബോയിൽസ്. ദെൻ ഒരു ജനറൽ ഫാക്റ്റ് പറയാം. വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. തടി വെള്ളത്തിൽ ഒഴുകും അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കും. ഇതെന്താ? ഒരു ഫാക്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ നമ്മൾ പറയുന്നത് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. അടുത്തതായിട്ട് ഒരു പ്രോവർബ്, പഴഞ്ചൊല്ല്. പ്രോവർബ്
പഴഞ്ചൊല്ല് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. പഴഞ്ചൊല്ല് അല്ലെങ്കിൽ കൊട്ടേഷൻസ്, ഇപ്പോൾ ആരെങ്കിലും പറയുന്ന കോട്ടുകൾ ഉണ്ടായിരിക്കും, അതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് സാധാരണ പറയുന്നത്. ദെൻ കമൻ്ററീസ്, ഇപ്പോൾ ക്രിക്കറ്റ് കമൻ്ററി എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പറയുക സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. ന്യൂസ് പേപ്പർ ഹെഡിങ്, ന്യൂസ് പേപ്പർ ഹെഡിങ്സ്, ഇത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാറ്. ഇപ്പോൾ പ്രോവർബ് പറഞ്ഞു, പ്രോവർബ് നമുക്കൊരു എക്സാമ്പിൾ പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്, വിൻസ് ദ റൈസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് വെച്ചാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം, അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി, ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നും സ്ലോ ആൻഡ് സ്റ്റഡി എന്ന രണ്ട് സബ്ജക്റ്റ് ഇല്ലേന്ന്. ഇങ്ങനത്തെ കേസിൽ നമ്മളിത് ഒന്നായിട്ടാണ് എടുക്കുന്നത്. ഇത് ഒന്നായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ എസ് ഉള്ള വെർബ് വന്നിട്ടുള്ളത്. ഇങ്ങനെ രണ്ടെണ്ണമാണെങ്കിൽ എസ് ഇല്ലാത്ത വെർബാണ് സാധാരണ വരിക. പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് പറയുന്ന ഒന്നായിട്ട് എടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അത് നമ്മൾ എസ് സിംഗുലറായിട്ട് കൺസിഡർ ചെയ്തിട്ട് എസ് ഉള്ള വെർബ് തന്നെ കൊടുക്കണം. അപ്പോൾ ഒരു പ്രോവർബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രോവർബുകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ദെൻ കൊട്ടേഷൻ, ഇപ്പോൾ ആരെങ്കിലും വലിയ വ്യക്തികൾ പറയുന്ന കോട്ട്സ് എല്ലാം നമ്മൾ പൊതുവെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ജോൺ കീറ്റ്സ് സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. ഇതെന്താ? ഒരു കൊട്ടേഷനാണ്. കൊട്ടേഷൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ കമൻ്ററീസ്, എക്സാമ്പിൾ പറയാം. ക്രിക്കറ്റ് കമൻ്ററി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ന്യൂസ് പേപ്പർ ഹെഡിങ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഹിയർ അല്ലെങ്കിൽ ദർ. ഹിയർ അല്ലെങ്കിൽ ദറിൽ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, ആശ്ചര്യചിഹ്നമുള്ള, ആശ്ചര്യം പുലർത്തുന്ന സെൻറ്റൻസുകൾ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. എക്സാമ്പിൾ പറയാം. ഹിയർ കംസ് ദ ട്രെയിൻ. ഹിയർ കംസ് ദ ട്രെയിൻ. ട്രെയിൻ അതാ വരുന്നു, ട്രെയിൻ ദാ വരുന്നു. ഇതെന്താ? ആശ്ചര്യത്തോടെ പറയുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കംസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അടുത്തതായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നത് പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്, അതായത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് പറയുക. നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പറയാം പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. ഇതെന്താ? ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. അപ്പോൾ നമുക്ക് പറയാം ദ പ്രസിഡന്റ് വിസിറ്റ്സ് ചൈന നെക്സ്റ്റ് മന്ത്. രാഷ്ട്രപതി അടുത്ത മാസം ചൈന സന്ദർശിക്കും. ഇതെന്താ? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പ്രീ പ്ലാൻഡ് ആണ്. പക്ഷെ എന്നിട്ട് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് എന്താ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ V1 ഫോം ഓഫ് ദി വെർബാണ്. ആ V1 ഫോം എന്ന് പറയുമ്പോൾ എസ് ഉള്ളത്, എസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ IES ഉള്ളത് ഏതും ആകാം. നമുക്കിവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് എസ് ഉള്ള വെർബ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദ പ്രസിഡന്റ് വിസിറ്റ് ചൈന നെക്സ്റ്റ് മന്ത്. പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി ഇപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ നോക്കേണ്ട കണ്ടീഷൻസ്. എന്തൊക്കെ വേണം? ജനറൽ ഫാക്റ്റ് ആണോ എന്ന് നോക്കുക, അല്ലെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ എന്ന് നോക്കുക, സയൻറ്റിഫിക് ഫാക്റ്റ് ആണോ എന്ന് നോക്കുക, പിന്നെ പ്രോവർബ്, ദെൻ ക്രിക്കറ്റ് കമൻ്ററീസ് പോലെയുള്ളത്, ന്യൂസ് പേപ്പർ ഹെഡിങ്സ്, ദെൻ കൊട്ടേഷൻസ്, ഇതെല്ലാം എന്തായിരിക്കും?
സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ദെൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, ഹിയറിലോ ദേറിലോ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒരു സെന്റൻസിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ടേംസ് ഏതെല്ലാണെന്നാണ് പറയാനുള്ളത്. ഒരു സെന്റൻസിനകത്ത് ആൾവേസ് എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഓൾവേസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നല്ല അർത്ഥമാണ് വരുന്നത്. എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് എന്താ? പതിവായി ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓൾവേസ്, അതുപോലെ തന്നെ ഓഫൺ. അപ്പോൾ ഈ ടേംസ് എല്ലാം ആ സെൻറ്റൻസിനകത്തുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. ഓൾവേസ്, ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും. ദെൻ എവരി എല്ലാം. ദെൻ എവരിഡേ. എവരിയുടെ കൂടെ നമുക്ക് ഡേ കൊടുത്തു കഴിഞ്ഞാൽ എവരിഡേ, എല്ലാ ദിവസവും എന്താ? പതിവായിട്ട് ചെയ്യുന്നതാണ്. അല്ലെ എവരി വീക്ക് പറയാം. എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ സെൻറ്റൻസിനകത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. അതുപോലെ തന്നെ വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ ഡേ. ഓക്കെ, പറയാം. വൺസ് ഇൻ എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ദിവസത്തിൽ ഒരിക്കൽ. അങ്ങനെ എല്ലാ ദിവസത്തിലും ഒരിക്കലാവുമ്പോൾ എന്താ? അത് പതിവായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. വൺസ് ഇൻ എ ഡേ, അല്ലെ വൺസ് ഇൻ എ വീക്ക്, അല്ലെ വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ ഇയർ. ഇതും. അപ്പോൾ ഈ ടേംസ് എല്ലാം ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഓൾവേസ്, ഓഫൺ, എവരി വെച്ചിട്ട് തന്നെ എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. ദെൻ വൺസ് ഇൻ എ ഡേ, വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ ഇയർ. അത് കഴിഞ്ഞ് സംടൈംസ് പോലെ തന്നെ സെവറൽ ടൈംസ്, സംടൈംസ്, സെവറൽ ടൈംസ്. ഇനിയുണ്ട് ജനറലി പറഞ്ഞാൽ സാധാരണയായി, ജനറലി, അല്ലേ നോർമലി, ജനറലി അല്ലെങ്കിൽ നോർമലി. then എന്താ? യൂഷ്വലി എന്താ അർത്ഥം? പതിവായി. അതേ അർത്ഥം തന്നെയാണ് യൂഷ്വലി, പതിവായി. ഇതേ അർത്ഥം വരുന്ന ടേംസ് നമുക്ക് നോക്കാം. റെഗുലർലി. then ഹാബിച്വലി. പിന്നീട് എന്തൊക്കെയാ? ഫ്രീക്വൻ്റ്ലി പറഞ്ഞാൽ കൂടെ. ഇതും എന്താ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അർത്ഥം വരുന്നതാണ് ഒക്കേഷണലി, ഇടയ്ക്കിടെ. ഫ്രീക്വൻ്റ്ലി കൂടെ, ഒക്കേഷണലി ഇടയ്ക്കിടെ. ഇനി കോമൺലി ഇത് വരും. ഇനി ഒരുപാട് ടേംസ് ഉണ്ട്. നമുക്ക് PSCക്ക് ആവശ്യമുള്ള കുറച്ചെണ്ണം ഓർത്ത് വെക്കണം. ഇനി ഡെയിലി, ഇതേ അർത്ഥം, ദിവസേന എന്നുള്ള പറയുന്ന മാതിരി തന്നെ ഡെയിലി. ഈ LLY അല്ലെങ്കിൽ LY ലി എന്ന് അവസാനിക്കുന്നത് ഒരുമിച്ച് പറയുന്നതേ ഉള്ളൂ. ജനറലി, നോർമലി, യൂഷ്വലി, റെഗുലർലി, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, കോമൺലി, ഡെയിലി പോലെ തന്നെ എന്തായിരിക്കും? നമുക്ക് വീക്ക്ലി പറയാം. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലിക്ക് പകരം നമുക്ക് ആനുവലി ഉപയോഗിക്കാം. ആനുവലി വർഷം തോറും, അല്ലെ മന്ത്ലി മാസങ്ങൾ തോറും, വീക്ക്ലി. ദെൻ അടുത്തത് ഇതിനകത്ത് വരുന്നത് കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ആണ്. അതായത് നെഗറ്റീവ് അർത്ഥം വരുന്ന കുറച്ച് വേർഡ്സ്. റെയർലി എന്ന് പറഞ്ഞാൽ എന്താ? അപൂർവമായിട്ട്. റെയർലി, ബെയർലി എല്ലാം നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. റെയർലി, ബെയർലി, കഷ്ടിച്ച് എന്നൊക്കെ പറയുന്നതാണ് ബെയർലി. ദെൻ സ്കേഴ്സ്ലി, ഹാർഡ്ലി പറഞ്ഞാൽ പ്രയാസപ്പെട്ട്.
റെയർലി, ബെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം. സെൽഡം പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം തന്നെ, ഓൾമോസ്റ്റ് നെവർ, അല്ലെങ്കിൽ റെയർലി അതേ അർത്ഥമാണ് വരുന്നത് സെൽഡത്തിന്. സെൽഡം, നെവർ. ഓക്കെ, ഇത്രയും ടേംസ് റെയർലി, ബെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, നെവർ. ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും ആ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി തരാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. സീത യൂഷ്വലി ഡാഷ് ടീ. സീത യൂഷ്വലി. അപ്പം നമുക്ക് ഈ യൂഷ്വലി എന്ന് പറയുന്ന ടേം കാണുമ്പോൾ തന്നെ അതെന്താ സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാവണം. നേരത്തെ പറഞ്ഞ ലിങ്കിങ് ടേംസിൽ ഉണ്ടായിരുന്നു യൂഷ്വലി, ജനറലി, റെയർലി, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, ഡെയിലി. ആ യൂഷ്വലി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പം ഈ ലിങ്കിങ് ടേം നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നമുക്ക് യൂഷ്വലി എന്ന് പറയുന്ന ലിങ്കിങ് ടേം കിട്ടിയിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ വെർബ് എന്തായിരിക്കും? സബ്ജക്റ്റ് കഴിഞ്ഞ് V1 ആയിരിക്കണം. സോ നമുക്ക് V1 ഫോംസ് ഈ ഓപ്ഷൻസിനകത്തുനിന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ ഇത് നോക്കുക, സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താ? സീതയാണ്. അപ്പോൾ സീത എന്താ? സിംഗുലർ സബ്ജക്റ്റാണ്. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ സിംഗുലർ വെർബ് നമ്മൾ എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഡ്രിങ്ക്. ഡ്രിങ്ക് സിംഗുലർ വെർബ് അല്ല, എസ് ഉള്ളതായിരിക്കണം. ഇവിടെ ഒരാളാണോ? ഇവിടെ എസ് ഉള്ള വെർബ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ സീത ഡ്രിങ്ക്സ്. സീത യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. സീത സാധാരണയായി ചായയാണ് കുടിക്കാറ്. then അടുത്തത് അനിത നെവർ ഡാഷ് ലൈസ്. ഇവിടെ ഉണ്ട് ലിങ്കിങ് ടേം നെവർ. ആ നെഗറ്റീവ് ലിങ്കിങ് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു നെവർ എന്ന് പറയുന്നത്. അപ്പം ഈ നെവർ, അനിത ഒരിക്കലും കള്ളം പറയാറില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇതിനകത്തുനിന്ന് ഏതാ? അനിത എത്ര ആളാ? ഒരാളല്ലേ. അപ്പം അനിത ഒരാളാകുമ്പോൾ എസ് ഉള്ള വെർബ് V1 ഫോം നമ്മൾ എടുക്കണം. ഈസ് ടെല്ലിങ് എന്താ? കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം അത് വേണ്ട, നമുക്ക് വേണ്ടത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഈസ് ടെല്ലിങ് എന്താ? തെറ്റാണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ING ഉണ്ടാകും, തന്നെ ഒരു B ഫോം ഉണ്ടായിരിക്കും. അപ്പം അതല്ല. ദെൻ ടെല്ലാണെങ്കിൽ എന്തായിരുന്നു? ടെല്ല് നമുക്ക് ഉത്തരമാണെങ്കിൽ ഇവിടെ ഒരുപാട് പേരുണ്ടാവണമായിരുന്നു, ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതും ഉത്തരമല്ല. ദെൻ ടോൾഡ് എന്താ? V2 ഫോമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് V1 ഫോമാണ്. അപ്പോൾ ഇതും ആൻസർ അല്ല. പിന്നുള്ള എന്താ? ടെൽസ്. ഓക്കെയാണ്. അനിത സിംഗുലർ വെർബ്, സിംഗുലർ സബ്ജക്റ്റ്, ഇവിടെ സിംഗുലർ വെർബ്. അനിത നെവർ ടെൽസ് ലൈസ്. ഈ നെവർ നമ്മുടെ ലിങ്കിങ് ടേംസ് വാസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉണ്ടായിരുന്നു, യൂഷ്വലി ഉണ്ടായിരുന്നു. അടുത്തത് ദേ റെയർലി ഡാഷ് ദെയർ അങ്കിൾ. ദേ റെയർലി ഡാഷ് ദെയർ അങ്കിൾ പറയുമ്പോൾ തന്നെ കിട്ടണം. റെയർലി എന്താ? സിമ്പിൾ പ്രസൻറ്റിൻ്റെ ലിങ്കിങ് ടേം ആണ്. അപ്പോൾ ദേ റെയർലി വിസിറ്റ് വെച്ചിട്ടാണ് സന്ദർശിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്കിളിനെ സന്ദർശിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപൂർവമായിട്ട് അവർ സന്ദർശിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ നമുക്ക് എന്താ വേണ്ടത്? സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ടെൻസ് ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ദേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റിന് പറ്റിയ വെർബ് നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കണം. ഹാവ് വിസിറ്റഡ് വേണ്ട, അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് V1 ഫോമാണ് വേണ്ടത്. അപ്പോൾ ED ഉള്ള ഫോമൊന്നും വേണ്ട. ദെൻ വിസിറ്റ്സ് ആണുള്ളത്. വിസിറ്റ്സ് എപ്പോഴാണ് വരിക? ഇവിടെ ഒരാളായിരുന്നെങ്കിൽ, ഷീ റെയർലി എന്നൊക്കെ ആയിരുന്നെങ്കിൽ വിസിറ്റ്സ് എടുക്കാമായിരുന്നു. ഇവിടെ ദേ ആണ്, ഒരുപാട് പേരുണ്ട്, അപ്പോൾ അതും വേണ്ട. വേർ വിസിറ്റിംഗ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, കണ്ടിന്യൂസ് അല്ല, റെയർലി ഉള്ളത് കൊണ്ട് ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വിസിറ്റ് ഓക്കെ ആണ്. എന്താ വെച്ചാൽ ദേ പ്ലൂരൽ സബ്ജക്റ്റ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഒന്നും ഇല്ലാത്ത വെർബാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതാണ് ആൻസർ. അടുത്തത് മോഹൻ ഡാഷ് റീഡ്സ് ന്യൂസ് പേപ്പർ. ഇനി ഇതിനകത്ത് എന്താ? മോഹൻ ഡാഷ് റീഡ്സ് ന്യൂസ് പേപ്പർ. ഇതിനകത്ത് ലിങ്കിങ് ടേംസ് ഒന്നും പറയുന്നില്ല, പക്ഷെ ഓപ്ഷൻ നമ്മൾ നോക്കണം. ജസ്റ്റ്, യൂഷ്വലി, ഗെറ്റ്, റീസെൻ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും
മോഹൻ ഡാഷ് റീഡ്സ് ന്യൂസ് പേപ്പർ. മോഹൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഇതെന്താ? പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കിത് അറിയാൻ ഇവിടെ എന്താ ഉള്ളത്? V1 ഫോം ഓഫ് ദി വെർബാണുള്ളത്. അപ്പോൾ V1 ഫോം ആണെങ്കിൽ എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണിത്. അപ്പോൾ ഇവർ വെർബ് ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്കൊരു ടേം ഇതിനകത്ത് നിന്ന് എടുക്കണം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഇതിലെന്താ ഉള്ളത്? യൂഷ്വലി ഉണ്ട്. പതിവായിട്ട് ചെയ്യുക എന്നർത്ഥം വരുന്ന യൂഷ്വലി ഉണ്ട്. അപ്പോൾ ഈ യൂഷ്വലി ആയിരിക്കും ഇവിടെ ആൻസർ. യൂഷ്വലി. അപ്പോൾ മോഹൻ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ. ഇപ്പോൾ കറക്റ്റ് ആയല്ലോ. യൂഷ്വലി എന്നുള്ള ടേം ഉണ്ട്, V1 ഫോം ഓഫ് ദി വേർബ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിന് ആൻസർ കണ്ടുപിടിക്കുക, ഏത് ടെൻസാണ് ഉപയോഗിക്കുക എന്നല്ല. ബാക്കി എല്ലാ ടെൻസും പഠിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ കണ്ടിന്യൂസിനായാലും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെറ്റ് ഓഫ് റൂൾസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ പഠിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ലിങ്കിങ് ടേംസും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമുക്ക് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.